നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സന്നിധിയില് ഏറ്റവും സ്നേഹത്തോടെ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഈ നിമിഷം ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ നിമിഷം ഞങ്ങളിൽ നിന്ന് എല്ലാ തിന്മയുടെയും പൈശാചിക ശക്തിയുടെ സ്വാധീനം നിന്റെ തിരുനാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടകന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സന്തോഷത്തോടെ പരസ്പരം മുഖത്ത് നോക്കി നമുക്കൊന്ന് സ്തുതി കൊടുക്കാം. ശാന്തമായി നമുക്ക് ഇരിക്കാം. സങ്കീർത്തനം 147:19 ഇങ്ങനെ പറയുന്നു: അവിടുന്ന് യാക്കോബിന് തന്റെ കൽപ്പനയും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. കർത്താവിനെ സ്തുതിക്കുവേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെ മാത്രമാണ് കർത്താവ് പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടുത്തെ അറിഞ്ഞ്, അവിടുത്തെ സ്നേഹിച്ച്, അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ നമ്മൾ ഒന്നായി തീരുന്നതിന് വേണ്ടിയാണ് നമ്മളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാണ് ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവന്നിരിക്കുന്നത്. തമ്പുരാന്റെ അനന്തമായ സ്നേഹവും കരുണയും സൗഖ്യവും എല്ലാം നമുക്ക് ഈ നിമിഷം ആസ്വദിക്കണം. നമ്മൾ അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് യാചിക്കണം. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മളെ വിളിച്ച് തന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നമ്മളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. ഒരു പ്രത്യേക ജനതയായിട്ട് നമ്മളെ അവിടുന്ന് തെരഞ്ഞെടുത്തു. മറ്റൊരു ജനതയ്ക്കും നൽകാത്ത വിധം അത്രമാത്രം പ്രമാണങ്ങളും ചട്ടങ്ങളും എല്ലാം നമുക്കാണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അവിടുത്തെ സ്നേഹത്തിൽ തന്റെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഈ ഭൂമിയിൽ അവിടുത്തേക്ക് സാക്ഷികളായി ജീവിക്കുന്നതിനും വേണ്ടിയാണ്. ആ തമ്പുരാന്റെ അനന്തമായ സ്നേഹവും കരുണയും ഈ നിമിഷം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്താം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ഈ നിമിഷം ഹൃദയം തുറന്ന് മനമുരുകി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയമുരുകട്ടെ, മനമുയരട്ടെ, സ്വർഗത്തിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ ദൈവം അതെ ഈ നിമിഷം നമ്മളിലേക്ക് ഇതാ എഴുന്നള്ളി വരുന്നു. നമ്മളെ ഓരോരുത്തരെയും തൊട്ട് സുഖപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഗായക സംഘത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. കൈയടിച്ച് ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി ആനന്ദത്തോടെ പരിശുദ്ധ
ദൈവത്തെ സ്തുതിക്കാം, ഇസ്ഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം, 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 സന്തോഷത്തോടെ ആനന്ദത്തോടെ. സ്നേഹമുള്ളവരെ, യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായത്തില് 30-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തി അറ്റു വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അതെ പ്രിയപ്പെട്ടവരെ, യുവാക്കള് തളരുകയും ക്ഷീണിക്കുകയും ഒക്കെ ചെയ്തേക്കാം, എന്നാൽ തമ്പുരാനിൽ ആശ്രയിക്കുന്നവന് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അവന് നല്ല ശക്തി അവിടുന്ന് പകരും. അതെ, നിങ്ങൾക്ക് എത്ര പ്രായമായാലും 50, 60, 70, 80, 100 വയസ്സോ ആയിക്കോട്ടെ, കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ യുവാക്കളെക്കാളും ഈ ചെറുപ്പക്കാരെക്കാളും ഒക്കെ വളരെ വളരെ ശക്തി പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ആ നല്ല തമ്പുരാന് നമ്മുടെ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹൃദയങ്ങൾ തുറക്കട്ടെ, അതരങ്ങൾ തുറക്കട്ടെ, എല്ലാ നാവുകളും ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സൗഖ്യം നൽകുന്ന തമ്പുരാൻ ഇതാ നിങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും തൊട്ട് സുഖപ്പെടുത്തുവാൻ ഇതാ യേശു നിങ്ങളുടെ മധ്യേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. സങ്കീർത്തനം 104:34 ഇങ്ങനെ പറയുന്നു: എന്റെ ഈ ഗാനം അവിടുത്തേക്ക് പ്രീതികരമാകട്ടെ എന്ന്. എന്റെ ഈ ഗാനം അവിടുത്തേക്ക് പ്രീതികരമാകട്ടെ എന്ന് ഗായക സംഘത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തിന് പ്രീതികരമാം വിധം നമുക്ക് പാടി ആനന്ദിക്കാം, സന്തോഷിച്ചുല്ലസിക്കാം. കരങ്ങൾ ചേർത്തടിച്ചുകൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തുതി പാടി നടന്ന പോലെ സ്തുതി പാടി നടന്ന പോലെ ഇരകിട്ട സിംഹത്തിൻ കുഴിയിൽ നിന്നും ദാനിയേൽ ധീരനായി സ്തുതിച്ച പോലെ, ഇരകിട്ട സിംഹത്തിൻ കുഴിയിൽ നിന്നും ദാനിയേൽ ധീരനായി സ്തുതിച്ച പോലെ സ്തുതിക്കാം, 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 സ്തുതിക്കാം. അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസ്ഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസ്ഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. സ്തുതിക്കാം,
Praise the Lord. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അടുക്കലേക്ക് ഒത്തിരി രോഗികൾ കടന്നുവന്ന് നമുക്കൊരു നിമിഷം ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഈ കൂട്ടായ്മയില് ഒത്തിരി രോഗത്തിന്റെ അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളുണ്ടാകാം, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകാം. ഏത് തരത്തിലുള്ള രോഗങ്ങളും ആയിക്കൊള്ളട്ടെ, തമ്പുരാൻ കർത്താവ് നീ വിശ്വസിച്ചാൽ ഈ നിമിഷം നിന്നെ തൊട്ട് സുഖപ്പെടുത്തും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു പ്രൈസ് ദി ലോർഡ് പറയട്ടെ. Praise the Lord. Praise the Lord. അതെ, ഈശോയുടെ അടുക്കിലേക്ക് തളർവാദക്കാരും കുരുടരും അന്ധരും അതുപോലെ തന്നെ മൂകരും ചെകിടരുമായിട്ടുള്ള കുഷ്ഠരോഗികള്, അതുപോലെ തന്നെ അതെ പലതരത്തില് വ്യതകൾ അനുഭവിക്കുന്ന ഒത്തിരി രോഗികൾ കടന്നു വന്നു. അതുപോലെ തന്നെ പിശാച് ബാധിതരായിട്ടുള്ള രോഗികൾ കടന്നു വന്നു. അവരെയെല്ലാം ഈശോ തൊട്ട് സുഖപ്പെടുത്തി. അവരോടെല്ലാം അവന് വലിയ അനുകമ്പ തോന്നി. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മളെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ഇന്ന് ഈ കൂട്ടായ്മയിലൂടെ യേശുവിന്റെ വലിയ സൗഖ്യം നൽകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് ഹൃദയത്തില് ശങ്ക കൂടാതെ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന തമ്പുരാനെ നമ്മളൊന്ന് ആരാധിക്കുമ്പോൾ അവിടെ ഈ നിമിഷം നമ്മളെ തൊട്ട് സുഖപ്പെടുത്തും. വിശ്വസിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് അധരം തുറന്ന് ഒത്തിരി സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല 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 ഹല. കർത്താവായ ഈശോയെ, രക്ഷകനായ ഈശോയെ, നിന്റെ കരങ്ങളിലേക്ക് നിന്റെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. നാഥാ, ഈ നിമിഷം കടന്നു വന്ന് ഈ മക്കളെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഇപ്പോൾ നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പാ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം. സന്തോഷത്തോടെ ആനന്ദത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസ്ഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസ്ഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. സ്തുതിക്കാം, സ്തുതിക്കാം, കൈയടിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 118:5 ഇങ്ങനെ പറയുന്നുണ്ട്: ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മുടെ ദുരിതങ്ങളിലും കഷ്ടപ്പാടുകളിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് ഈ നിമിഷം നമ്മളെ രക്ഷിക്കും, സൗഖ്യം നൽകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ രോഗങ്ങള് എന്ത് തന്നെ ആയിക്കോട്ടെ, മാറാ രോഗങ്ങളായിക്കോട്ടെ, കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തില് ഒന്നും സംഭവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അത് വിശ്വസിച്ചുകൊണ്ട് എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് ഈ രോഗമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ തകർച്ചകളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്ത് കൈയടിച്ച് ഗായിക സംഘത്തോട് ചേർന്ന് സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് അവിടുത്തെ പാടിയും മാടിയും അവിടുത്തെ സ്തുതിക്കാം.
കൈയടിച്ച് അപ്പസ്തോലന്മാരും പരിശുദ്ധ മാതാവും സ്തുതിക്കാത്മാവാ നിറഞ്ഞ പോലെ അപ്പസ്തോലന്മാരും പരിശുദ്ധ മാതാവും സ്തുതിക്കാത്മാവാ നിറഞ്ഞ പോലെ ആത്മാവ് മുദ്രിതരാവാ ആനന്ദത്താൽ സ്തുതിച്ചു പാടാം ആത്മാവ് മുദ്രിതരാവാ സ്തുതിച്ചു പാടാം സ്തുതിക്കാം 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 അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം യിസ്ഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം ദാവീദിൻ പുത്രനെ സ്തുതിക്കാം 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 എഴുന്നേറ്റ് നിൽക്കാം. സ്തുതിക്കാം സ്തുതിക്കാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി തമ്പുരാന്റെ എല്ലാ സ്നേഹവും അനുഗ്രഹവും ഈ നിമിഷം നമ്മൾ വാങ്ങിയെടുക്കണം. വിശ്വാസത്തോടെ നമുക്ക് തുടർന്നിരിക്കാം. സങ്കീർത്തനം 104:33 ഇങ്ങനെ പറയുന്നു, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും. ആയുഷ്കാലം അത്രയും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കുമെന്ന് സങ്കീർത്തനം പറയുന്നു. ആ സങ്കീർത്തകനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താം. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് സ്തുതി പാടി നടന്ന പോലെ ഒത്തിരി സന്തോഷത്തോടെ സിംഹത്തിൻ കുഴിയിൽ നിന്നും ദാനിയേൽ ധീരനായി സ്തുതിച്ച പോലെ സിംഹത്തിൻ കുഴിയിൽ നിന്നും ദാനിയേൽ ധീരനായി സ്തുതിച്ച പോലെ സ്തുതിക്കാം 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 അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം യിസ്ഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം ദാവീദിൻ പുത്രനെ സ്തുതിക്കാം അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം യിസ്ഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം ദാവീദിൻ പുത്രനെ സ്തുതിക്കാം 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 സ്തുതിക്കാം